എന്നാണ് ഈ യൂണിവേഴ്സിറ്റി ആ വിഷയം ഉണ്ടായത്? ഏത് വർഷമാണ് സാർ? അത് 17 അപ്പോൾ അവർ പിണറായി സർക്കാർ ഭരണം തുടങ്ങി. അപ്പോൾ അത്രയും വർഷവും സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായിരുന്നു. ആയിരുന്നു. ശരി, അതൊന്നും സംഭവിച്ചു. ആ സംഭവം എന്നെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അതൊരുമാതിരി ആവർത്തന വിരസമായി. അത് കുഴപ്പമില്ല, ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ചെറിയതായിട്ട് ആ വിഷയം അതെന്താന്ന് വെച്ചാൽ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ സാറിന് അറിയാമല്ലോ, ഇവിടെ PMGയിൽ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലിരിക്കുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ. അതിൻ്റെ എന്താ പറയുക, ജോലി എന്ന് പറയുന്നത്, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ താഴെ ഏകദേശം ഒരു 300 കോളേജുകളുണ്ട്. ആ കോളേജുകൾ പഠിക്കുന്ന കുട്ടികൾ, 3 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കുട്ടികളുടെ ആർട്സ് റിലേറ്റഡ് ആയിട്ട് അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഫെലോഷിപ്പ് കാര്യങ്ങളുമൊക്കെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഓരോ വർഷവും കുട്ടികളുടെ ഇടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ വരാറുണ്ട്. ആ യൂണിയൻ ചെയർമാനും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സെക്രട്ടറി ഒക്കെ ഒരു അറിയാമല്ലോ സാർ, അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് ഓരോ അവരുടെ ഓഫീസാണ്, സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടറിൻ്റെ ഓഫീസിൻ്റെ താഴെ തന്നെയാണ് അവരുടെയും ഓഫീസ്. അപ്പോൾ അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് എന്നതുപോലെ. അതായത് ഈ യൂണിവേഴ്സിറ്റി യൂണിയനായിട്ട് പല വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ച് ഒരു ഭരണം പിടിച്ചെടുക്കും. ആ ഭരണം പിടിച്ച് അവരുടെ ഭരണത്തിന് വേണ്ട നിയന്ത്രണവും സപ്പോർട്ടും അവർക്ക് കുറെ കാശുണ്ട്. ഓരോ വർഷവും യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഓരോ കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ അവരുടെ അഡ്മിഷൻ സമയത്ത് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ പൈസ ഞാൻ ആ ഉള്ള സമയത്ത് 35 ലക്ഷമായിരുന്നു എൻ്റെ ഓർമ്മ. ഒരു വർഷത്തേക്ക് ആ കുട്ടികൾക്ക് ചെലവ് ചെയ്യാനുള്ള തുക 35 ലക്ഷമായിരുന്നു. പൈസ ഏത് അക്കൗണ്ടിലായിരിക്കും? അത് സ്റ്റുഡൻറ് ഡയറക്ടറുടെ അക്കൗണ്ടിലാണ്. പക്ഷേ അത് ഏറ്റവും തമാശ എന്താ വെച്ചാൽ, ഇത് ചെലവ് ചെയ്യാനുള്ള അവകാശം കുട്ടികൾക്കാണ്, പക്ഷേ ഇതിൻ്റെ ലൈബിലിറ്റി ആ ഡയറക്ടർക്കാണ്. ശരി, കുട്ടികൾ ചെലവഴിക്കാം, അവരെ ചെലവഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ആ ഡയറക്ടറായിട്ടിരിക്കുന്ന എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഒരിക്കലും പെൻഷൻ മേടിക്കാൻ പറ്റില്ല. അത് കുട്ടികൾക്ക് ചെലവഴിക്കാൻ അവർ എടുക്കണമെങ്കിൽ നമ്മൾ അനുവദിക്കണ്ടേ? അത്രേ ഉള്ളൂ, ഡയറക്ടർ അനുവദിക്കണം. അപ്പോൾ ബില്ല് തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റും. അത് യൂണിവേഴ്സിറ്റി കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ബില്ല് മേടിച്ചിട്ട്. എന്താ വെച്ചാൽ അതിന് മുമ്പുണ്ടായിരുന്ന ബോസ് സാറൊക്കെ റിട്ടയർ ചെയ്തിട്ട് 40 വർഷം എന്തോ ഇതുവരെ 1 രൂപ പോലും പെൻഷൻ മേടിക്കാൻ പറ്റിയിട്ടില്ല. ഈ വിഷയം കാരണം അദ്ദേഹത്തിന് 3 കോടി രൂപയുടെ ലൈബിലിറ്റി. അദ്ദേഹം 1 രൂപ പോലും അതിനൊന്നും എടുത്തിട്ടില്ല പാവപ്പെട്ട മനുഷ്യന് ഇതേപോലെ ബിൽസ് വൗച്ചേഴ്സ് തരാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസിഡൻസുമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്.